അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, മുസ്ലിം കൈരളി കണ്ട ഏറ്റവും വലിയ വഞ്ചകനും ചതിയനുമായ മതപുരോഹിതൻ ആര് എന്ന ചോദ്യത്തിന് നിഷ്പക്ഷമതിയായ ഒരാൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കാതെ ഉത്തരം പറയാൻ കഴിയുന്ന പേരാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്നത്. മുസ്ലിം സമുദായത്തിനോടും പൊതുസമൂഹത്തിനോടും കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ ഇയാൾ ചെയ്തു കൂട്ടിയ ചതികളും വഞ്ചനകളും നെറികേടുകളും നിരവധിയാണ്. തൊട്ടതെല്ലാം വിവാദമാക്കുക, അല്ല വിവാദങ്ങളിൽ മാത്രം പോയി തൊടുക എന്നുള്ളത് ജീവിതചര്യയാക്കി മാറ്റിയ ഒരു മതപുരോഹിതനാണ് ഇയാൾ. ഏറ്റവും ഒടുവിൽ ഇയാൾ തലയിട്ട് വിവാദമാക്കിയ ഒരു കേസാണല്ലോ നിമിഷപ്രിയുമായി ബന്ധപ്പെട്ട സംഭവം. ഇൻഷാ അല്ലാഹ് ആ വിഷയം നമുക്ക് ഒന്നുകൂടി ചർച്ച ചെയ്യാനുണ്ട്. ഏതായാലും ഈ വിവാദം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇയാൾ മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. എന്താണ് സംഭവം? കഴിഞ്ഞ 10-15 വർഷങ്ങൾക്ക് മുൻപ് ഇയാൾ മുസ്ലിം സമൂഹത്തിൽ അഴിച്ചുവിട്ട വിവാദ കൊടുങ്കാറ്റായിരുന്നു മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് എന്ന പേരിൽ ഇയാൾ എവിടെ നിന്നോ നുള്ളിപ്പെറുക്കി കൊണ്ടുവന്ന ഒരു മുടി, അത് തിരുനബിയുടെ മുടിയാണെന്ന് പറഞ്ഞ് ഭക്തന്മാരെ ചൂഷണം ചെയ്യാൻ വേണ്ടി ആ മുടി സൂക്ഷിക്കാൻ 40 കോടിയുടെ പള്ളി ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് നടത്തിയ വ്യാപകമായ പണപ്പിരിവും അതിന്റെ പേരിലുണ്ടായ കോലാഹലങ്ങളും അതിന്റെ ബാക്കി പത്രമെന്നോണം ഏറ്റവും ഒടുവിൽ ഇയാൾ പൊട്ടിച്ചിരിക്കുന്ന വെടിയാണ് തന്റെ കയ്യിലുള്ള മർക്കസിലുള്ള തിരുനബിയുടെ മുടി എന്ന പേരിൽ താൻ കൊണ്ടു നടക്കുന്ന മുടി ഇപ്പോൾ 1/2 സെന്റിമീറ്റർ വളർന്നിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ഇയാൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. ആദ്യമായി അതിനെക്കുറിച്ച് ഇയാൾ പറയുന്നതൊന്ന് കാണുക. ഷേറ് മുബാറക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ 1/2 സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട്. അത് ആ ഷേർ മുബാറക്കും അതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് പുരട്ടിയ മദീനയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ റൗള ഷരീഫിൽ നിന്ന് പഠിച്ചെടുക്കുന്ന പൊടികൾ, അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ ജയറാനത്തിൽ നിന്ന് കൈയിൻ്റെ വെല്ല് ഭൂമിയിൽ കുത്തിയപ്പോൾ പൊങ്ങി വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും എല്ലാം ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത്, വൃത്തിയില്ലാത്ത സ്ഥലത്തൊന്നും ഒഴിക്കരുത്, വളരെ ബഹുമാനത്തോടുകൂടി അതിനെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ എന്താണ് ഇയാൾ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് എന്ന് പറഞ്ഞ് ഇയാൾ സൂക്ഷിച്ചിരിക്കുന്ന മർക്കസിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ മുടി ഉണ്ടല്ലോ, ആ മുടിപ്പോ 1/2 ഇഞ്ച് വലുതായി എന്നാ പറഞ്ഞത്. 15 കൊല്ലമായി ഇയാൾ ആ മുടി സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട്. ആ 15 കൊല്ലത്തിനിടയിൽ ഇപ്പൊ 1/2 ഇഞ്ചാണ് ഇയാളെടുത്തുനിന്ന് വലുതായത്. പത് പോഷകത്തിന്റെ കുറവ് തന്നെ ഈ വളർച്ച ഇങ്ങനെ മുരടിക്കണത്. അപ്പൊ റസൂലിന്റേതാണ് എന്ന് ഇയാൾക്ക് ഉറപ്പുള്ള ഈ മുടി ഉണ്ടല്ലോ, ഇത് കൈമാറി 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 ഇയാൾ എടുത്തെത്തിയിട്ട് ഇപ്പൊ ഏകദേശം 1500 കൊല്ലമായല്ലോ. ഈ 1500 കൊല്ലത്തിന്റെ ഇടയിൽ ആകെ 1/2 സെന്റിമീറ്റർ അപ്പൊ ഈ മുടി വളർന്നത് തന്നെ. റസൂലുള്ളാഹിന്റെ മുടി ഇങ്ങനെ വളരുന്നുള്ള ഇയാൾ തന്നെ ഇയാളെ തൊള്ളോണ്ട് പറഞ്ഞത്. അപ്പൊ 1400 ചില്ലാം കൊല്ലായിട്ട് ഇങ്ങനെ ബോൺസായി ചെടിമാരി ഇങ്ങനെ വളരാതെ വളരാതെ വളർച്ച മുരടിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു. ഇപ്പൊ 15 കൊല്ലായിട്ട് ഇയാളെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് 1/2 ഇഞ്ചൊന്ന് വളർന്നത്. അതിങ്ങനെ വളരുന്നതിനനുസരിച്ച് കൊല്ലം കൊല്ലം ആരും അറിയാതെ ഇങ്ങനെ വീടിന്റെ മുറ്റത്തിലുള്ള ബുഷ് ചെടി വെട്ടി കൊടുക്കണമാർ ഇങ്ങനെ വെട്ടി ഒഴിവാക്കുണ്ടാവും. അതുമാണല്ലോ അറിയാം. ഈ 1500 കൊല്ലത്തിന്റെ ഇടയിൽ 1/2 ഇഞ്ചാണ് അത്ര വളർന്നത്. വല്ലാത്തൊരു മുരടിച്ച് തന്നെയാണിത്. നിങ്ങളൊരു കാര്യം ചെയ്യുന്നാല് കുറച്ച് കടലപ്പിണ്ണാക്കും, കുറച്ച് വേപ്പും പിണ്ണാക്കും, കുറച്ച് എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തേക്ക്. വളരാൻ പറ്റിയ വളാണത്. ഇതൊക്കെ വളരെ പറയുമ്പോണ്ടാവും കുറെ ആൾക്കാര്, റസൂലുള്ളാഹിന്റെ മുടിനെ കുറിച്ചല്ല വഹാബി ആ പരിഹസിച്ച് പറയണത് എന്ന്. എടോ, റസൂലുള്ളാഹിന്റെ മുടിയല്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാ പറയണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഇന്ന് ലോകത്ത് ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ആരുടെയൊക്കെ കയ്യിലെത്തിയാലും ഈ കാട്ടുകള്ളന്റെ കയ്യിലെത്തിലോ 100% ഉറപ്പുള്ളതുകൊണ്ടായി പറയണത്. റസൂലുള്ളാഹിന്റെ മുടിയോ കാന്തപുരത്തിന്റെ കയ്യിലോ 15 കൊല്ലം മുമ്പ് ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് ഇപ്പൊ വന്നുകാണ്ട് വലിയ അത്ഭുതത്തിൽ പറയാണ് 1/2 സെന്റിമീറ്റർ വളർന്നു. 15 കൊല്ലായിട്ട് തളർന്ന് കോമയിൽ കിടക്കുന്ന രോഗിനെ കുറിച്ച് ഡോക്ടർ വന്നുകാണ്ട് പറയാലോ, 15 കൊല്ലത്തിന് ശേഷം കാല് ചെറുതായിട്ടൊന്ന് അനങ്ങിട്ടാ എന്ന് പറയണമാരെ ഇയാളെ നീ പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയെന്ന് പറയും ചെയ്യാ. എന്നിട്ട് 15 കൊല്ലം ഇയാളെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പൊ 1/2 സെന്റിമീറ്റർ ആണ് വളർന്നാരോ. വലിയ കാര്യമായി പോയി. കഴിഞ്ഞിട്ടില്ല.
മുമ്പ് പറ്റിക്കല് നിർത്തിയിട്ടില്ല. മുമ്പ് പറയാണ് ഈ റസൂലുള്ളാന്റെ എന്ന് പറയുന്ന ഈ മുടി ഉണ്ടല്ലോ, ഈ മുടിട്ട വള്ളം, പിന്നെ റസൂലുള്ളാന്റെ ഉമിനീര് കലർന്ന മദീനത്തെ വള്ളം, പിന്നെ റൗളയിലെ പൊടി, അതൊക്കെ പാടെ വടിച്ചക്കാടുണ്ടാക്കിയ, അതൊക്കെ പാടെ കുത്തിക്കലക്കിയ ഈ സാധനമാണ് ഇപ്രാവശ്യം മർക്കസ് എന്ന് കൊടുക്കുന്നുണ്ട്. അത് എല്ലാവരും ബഹുമാന ആദരവോട് കൂടി വാങ്ങണം. എല്ലാം പാടെ കുത്തിക്കലക്കിയ സാധനം. ഇതെന്തോ കുലിക്ക് സർബത്തോ എല്ലാം പാടെ മിക്സ് ചെയ്ത് കണ്ട് കുത്തിക്കലക്കാന് തന്നെ. തമാശ പറയില്ല. ഇച്ചം കഴിഞ്ഞ അടുത്ത കൊല്ലം അതും ഉണ്ടാവും. തിരുശേഷിപ്പുകൾ ഇട്ട് കുലുക്കി സർബത്ത് മർക്കസിൽ ഇതാ ഈ റബീഉൽ അവ്വലിൽ വിതരണം ചെയ്യുന്നു. അടുത്ത കൊല്ലം മർക്കസിന് മുമ്പിൽ ബോർഡുണ്ടാവും. ചിലപ്പോ പറയാൻ പറ്റൂല. ഇയാളെ മണ്ടിന്ന് എന്തൊക്കെയാണ് വരുന്നത് പറയാൻ പറ്റൂല. റൗലിന്ന് പഠിച്ചെടുത്ത പൊടി. റൗലാന്ന് ഉദ്ദേശിക്കുന്ന ഇയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും ആ പരിസരമുള്ള ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് ഇയാൾ ഇങ്ങനെ പോയിക്കാണ്ട് പഠിച്ചെടുക്ക പൊടി. മുനിസിപ്പാലിറ്റി പണിക്കാർ റോഡ് ക്ലീൻ ചെയ്യണമാര്. എടോ കാക്ക, ഈ മക്കയിലും മദീനത്തും പോകാത്ത മുസ്ലിങ്ങൾ ഇപ്പൊ ഉണ്ടോ? ഉംറക്കാണെങ്കിലും ഉംറക്ക് ആ റസൂലുള്ളാന്റെ ഖബറും പരിസരം നിൽക്കുന്ന ആ പ്രദേശത്ത് പോയിക്കാണ്ട് ആരെ ഒരാളെങ്കിലും വിരലോടും തൊട്ട് നോക്കിയിട്ട് ഒരു പൊടിന്റെ അംശം കിട്ടുമോ? അവിടെ പോയിക്കാണ്ട് ഇയാൾ മുറം ചൂലിട്ട് പോയിക്കാണ്ട് ഇങ്ങനെ പൊടി ഇങ്ങനെ പഠിച്ചെടുത്തിട്ട് ഇങ്ങനെ പിന്നെ അതിങ്ങനെ പാക്കറ്റ് ആക്കി കൊണ്ടുവരാ. എന്ത് പറ്റിക്കലാണ് ഈ ചങ്ങായി ഈ സമുദായത്തിനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതൊക്കെ റസൂലുള്ളാഹിന്റെ സ്നേഹം കൊണ്ടാണ് കാന്തപറയി കിടന്നു കണ്ട് ഈ വരകണത് എന്നുള്ളത് തന്നെ? അങ്ങനെയാണെങ്കിൽ ഇയാളുടെ കയ്യിലുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണ് എന്ന് ഇയാൾക്ക് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ ഈ സാധനത്തിനെ കുറിച്ചാണ് ആ വിവാദം ഉണ്ടായ സമയത്ത് പിണറായി വിജയൻ പറഞ്ഞ് ബോഡി വേസ്റ്റ്. മനസ്സിലായോ? ആ പിണറായി വിജയന്റെ പാർട്ടിയെയും എത്ര പ്രാവശ്യം പിന്നെ ഇയാൾ താങ്ങുകയും തലോടുകയും ചെയ്തു. ഇയാൾക്ക് റസൂലുള്ളാഹിനോട് ഒരു തരി സ്നേഹമുണ്ടെങ്കിൽ, ആ റസൂലുള്ളാഹിന്റെ മുടിയാണ് തന്റെ കയ്യിലുള്ളതെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞ പിണറായിയെയും ആ പിണറായിയുടെ പാർട്ടിയെയും താങ്ങാൻ ഇയാൾ പോകുമോ? അപ്പൊ ഇയാൾക്ക് ഉറപ്പാണ് ഇയാളെ കയ്യിലുള്ളത് നബിന്റെ മുടിയല്ല, ഏതോ ഒരു അലവലാതി കൊടുത്ത മുടിയാണെന്ന് ഇയാൾക്ക് 100% ഉറപ്പാ. അതുകൊണ്ടാണ് പിണറായി ആ പറഞ്ഞത് ഇയാളിങ്ങനെ തലയും കുലുക്കി കേട്ടിരുന്നത്. മനസ്സിലായോ? ഒരു മറുപടി ഇയാൾ പറഞ്ഞോ ഈ കാക്ക? സുഹൃത്തുക്കളെ, ഇയാൾക്ക് ഉറപ്പാണ് ഇത് നബിന്റെ മുടിയല്ല എന്ന്. ഇത് ബോംബെയിലുള്ള ഒരു ജാലിയവാലിയും പിന്നെ അബുദാബിയിലുള്ള ഖസ്റജിമ്പാടെ കൊടുത്തതാണ് ഇയാൾക്ക്. എന്നിട്ട് ഇയാൾ നബിന്റെ മുടിയെ സ്ഥാപിക്കാൻ വേണ്ടി ആ കാലത്ത് ഇതിന്റെ സനത് വായിച്ചിരുന്നു. സനത് എന്ന് പറഞ്ഞിട്ട് ഖസ്റജിന്റെ കുടുംബ പരമ്പരയെ വായിച്ചത്. ആ ഒരൊറ്റ വായിക്കലേ വായിച്ചിട്ടുള്ളൂ പേരോട്ടുകാരൻ. പിന്നെ മടക്കി വെച്ചു. പിന്നെ വായിച്ചിട്ടില്ലേ എവിടുന്നും. ഇന്നും വായിക്കാൻ ധൈര്യമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ വായിക്കടൂ ഇതിന്റെ സനത്. ഖസ്റജിന്റെ കുടുംബ പരമ്പര എവിടെ ചർച്ച തന്നെ? ഖസ്റജിന്റെ വാപ്പ ഇന്നാള്, വാപ്പാന്റെ വാപ്പ ഇന്നാള്, ആ വാപ്പാന്റെ വാപ്പ ഇന്നാള്. അതവിടെ തർക്കം. ഞങ്ങൾ ആരെയും പറഞ്ഞോ ഖസ്റജിന്റെ വാപ്പാനെ ഞങ്ങൾക്ക് അറിയില്ലാന്ന്, വല്യാപ്പാനെ ഞങ്ങൾ കേട്ടിട്ടില്ലാന്ന്, വാപ്പാന്റെ വാപ്പാനെ ഞങ്ങൾ കണ്ടിട്ടില്ലാന്ന്? അങ്ങനെ ആരെയും പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഖസ്റജിന്റെ വാപ്പാന്റെ പേരും വല്യാപ്പാന്റെ പേരും വല്യാപ്പാന്റെ വാപ്പാന്റെ പേരും അങ്ങനെ വായിക്കേണ്ട കാര്യമുള്ളൂ ഇവിടെ, അല്ലേ? സുഹൃത്തുക്കളെ, ഇയാൾ ആ കാലത്ത് പറഞ്ഞു കൂട്ടിയ വഷളത്തരത്തിനും ഉരുണ്ടുമറിയലിനും കയ്യും കണക്കില്ല. ഇയാൾ എന്തൊക്കെ പറഞ്ഞിരുന്നു അറിയോ? ആ മുടിനെ കുറിച്ച്, ഇയാളെ കയ്യിലുള്ള മുടിനെ കുറിച്ച് കേട്ടോളി. പ്രവാചകന്റെ അമാനുഷികതയിൽപ്പെട്ട പലതും ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അവിടുത്തെ തിരുകേശം കത്തുകയില്ല എന്നത്, അവിടുത്തെ തിരുകേശത്തിന് നിഴലില്ല എന്നത്. അങ്ങനെ പലതും ഉണ്ട്. അവിടുത്തെ തിരുകേശത്തിന് നിഴലില്ല എന്നത്, അങ്ങനെ പലതും ഉണ്ട്. എന്താ മൂപ്പര പറഞ്ഞത്? പ്രവാചകന്റെ അമാനുഷികതയിൽപ്പെട്ടതാണ് അവിടുത്തെ മുടി കത്തുകയില്ല, അതിന് നിഴലുണ്ടാവുകയില്ല എന്നത്. ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. ആ മുടിന്റെ കെട്ടിങ്ങനെ എടുക്കുമ്പോ അതിന്റെ നിഴല് കൃത്യമായിട്ട് കാണുന്നുണ്ട്. മുടി കത്തൂലാന്നോ? എടോ, ധൈര്യമുള്ള ആൺകുട്ടികളുണ്ടോ മർക്കസില് അല്ലെങ്കിൽ ഏപ്പിക്കാരെ കൂടുതല്? കാന്തപുരത്തിനെ ഞങ്ങൾ വെല്ലുവിളിക്കണില്ല. അയാൾക്കായാലും വയസ്സായി. അയാൾക്കിപ്പോ ഈ ചന്നി ഇളകിയ പ്രായത്തില് ഹക്കീം പറഞ്ഞത് ഇങ്ങനെ ഏറ്റുപറല്ലാതെ വേറെ ഏർപ്പാടൊന്നുമില്ല. കാന്തപുരത്തിന്റെ വാലാട്ടികളായ ആൾക്കാരോട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. നിങ്ങളെ കയ്യിലുള്ള മുടി ഞങ്ങൾ കത്തിച്ചാണ് കാണിച്ചു തരാം. അത് മുടിയാണ് എന്ന് സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കത്തിക്കണ കാര്യം ഞങ്ങൾ ഏറ്റെടും. നബിന്റെ മുടി കത്തിക്ക്, ഞങ്ങൾ ഇതിന് അവസരം തരൂല. എടോ, നബിന്റെ മുടിയല്ലാന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കത്തിച്ച് കാണിച്ചു തരാന്ന് പറയണത്. മനസ്സിലായോ? നിങ്ങൾ കണ്ണി കണ്ട ബോംബെ തെരുവെന്നും ഓരോ ഗല്ലിന്ന് ഓരോന്ന് വലിച്ചു കൊണ്ടുവരാ നബിന്റെ മുടിയാണ് മറ്റേതാണ് മറിച്ചാണ് അങ്ങനെ ജനങ്ങളെ പറ്റിക്കുക. എന്താ നിങ്ങൾ വിചാരിച്ചത്? കത്തൂലാന്നോ? നിങ്ങളെ കയ്യിലുള്ള മുടി കത്തൂല നിങ്ങൾ പറഞ്ഞിട്ട്
നിങ്ങളെ കയ്യിലുള്ള മുടി പ്രവാചകന്റെ മുടിയാണെങ്കിൽ അത് നിഴലുണ്ടാവില്ല എന്നല്ല നിങ്ങൾ പറയണത്. നിങ്ങളെ കയ്യിലുള്ള മുടിക്കല്ല നിഴല് കാണുന്നത്, അപ്പൊ പിന്നെ കത്തൂലേ? എന്ത് പൊട്ടത്തരാണ് ഈ ചങ്ങായി വിളിച്ചു പറയണത്? ഏതായാലും കൗമിന് ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. ഇയാളെ തൊള്ളിന്ന് എന്ത് വീണാലും അതൊക്കെ തക്ബീറല്ലി പാസ്സാക്കി കൊടുക്കണ ഒരു വൃത്തികെട്ട അന്തല്ലാത്തൊരു കൗമല്ല ഇയാളെ കൗമ്. ലോകത്ത് മറ്റൊരു നേതാവിനും ഇല്ലാത്ത അനുയായികളാ ഇയാൾ അനുയായികള്. 1/2 ഗ്രാം തലച്ചോറ് പോലും ഇല്ലാത്ത കൗമ്. അവരിതൊക്കെ മുണങ്ങിക്കൊടുത്തു. നബിന്റെ മുടി തന്നെയാണ് കാന്തപുര ഉസ്താദിന്റെ കയ്യിലുള്ളത്. അപ്പൊ പിന്നെ ഇയാൾ അടുത്ത നമ്പർ ഇതാ, ഈ മുടി സൂക്ഷിക്കാൻ 40 കോടിയുടെ പള്ളി കോഴിക്കോട് സിറ്റിയിൽ തന്നെ നമ്മൾ സ്ഥാപിക്കാൻ പോകുന്നുണ്ട്. അതിലേക്ക് ഷെയർ തന്നോളി, എല്ലാവർക്കും അതിന്റെ കൂലി കിട്ടാൻ വേണ്ടി എല്ലാരും തന്നോളി പൈസ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പിരിച്ചു. 40 കോടി ടാർഗറ്റ്. 40 ആണോ പിരിച്ചത്, 400 ആണോ പിരിച്ചത്, 4000 കോടിയാണോ പിരിച്ചത്? ആര് ചോദിക്കാനാണ് ഇയാളോട്? അനുയായികൾ ചോദിക്കോ? ഇയാളെന്നെ പറയുന്നുണ്ട്, ഞങ്ങള് ഇനി ആ പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിലും അത് പൊരുത്തത്തോടെ തന്ന അനുയായികളാണ് ഞങ്ങൾക്കുള്ളത് എന്ന് ഇയാൾ വേറെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ 40 കോടിന്റെ ഷെയറെ മുബാറക്ക് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഇയാൾ പൈസ പിരിവോട് പിരിവ്. നബിയുടെ മുടിയാണെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു അലവലാദിന്റെ മുടി കൊടുത്തിട്ടാണ് ഈ കളി മീൻ കളിക്കുന്നത്. മനസ്സിലായോ? കൊല്ലം 15 പിരിവ് കഴിഞ്ഞിട്ട് എവിടെയോ 40 കോടിന്റെ പള്ളി പറഞ്ഞുകൊണ്ടോ കാണിച്ചുകൊണ്ടോ 40 കോടിന്റെ പള്ളി. അപ്പൊ പറയണേ, നോളജ് സിറ്റിന്റെ ഉള്ളിലുള്ള മനോഹരമായ ഒരു പള്ളിയില്ലേ, അതന്നെയാണ് ഞമ്മളെ പള്ളി. അതങ്ങ് പള്ളിക്കാട്ട് പോയി പറഞ്ഞാളോ, ഇവിടെ പറയണ്ട, പൊതുസമൂഹത്തോട് പറയരുത്. കാരണം ആ പള്ളിയല്ല ഈ പള്ളി, അത് വേറെ പള്ളി, ഇത് വേറെ പള്ളി. അത് സാക്ഷാൽ കാന്തപുരം തന്നെ അക്കാലത്ത് ഒരു ചാനലിൽ വന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, കേട്ടോളി. പുതിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പുതിയ പ്രവർത്തനം നോളജ് സിറ്റി ശക്തിപ്പെടുത്തൽ തന്നെ വന്ന്. പള്ളിയുടെ പ്രവർത്തനം ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടോ? അതോ ആ കൂട്ടത്തിൽ പള്ളിയില്ല. പള്ളി ഞങ്ങൾ വേറെ കോഴിക്കോട്ട് തന്നെ ഞങ്ങൾ. അക്കാര്യത്തിലൊരു വിമർശനങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ ഒന്ന് പ്രവർത്തനം മന്ദീഭവിക്കുകയോ ഒക്കെ ചെയ്തു? കുറച്ച് സമയം ഞങ്ങൾ കാത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ പ്രവർത്തനത്തിൻ്റെ വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള അതിൻ്റെ സാമഗ്രികളൊക്കെ ഒരുക്കിക്കൊണ്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപേക്ഷകൾ ഉടനെ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് അനുകൂലമായി ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ ആരംഭിച്ച് ഉടനെ എടുക്കും. പ്രവാചകന്റെ മുടി ആ ഒരു പദ്ധതിയിലേക്ക് തന്നെയാണ് പോകുന്നത്, ആ നിലയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തന്നെയാണ്? അല്ല, അതിപ്പോൾ പല പിന്നെ ആസാർ എന്ന് പറയുക അറബിയിൽ. ഈ ആസാറുകൾ പ്രവാചകരുടെ മുടി മാത്രമല്ല വേറെ പലതും ഉണ്ട്. അത് ഒരു പള്ളിയോടനുബന്ധിച്ച ഒരു പ്രത്യേക സ്പെഷ്യൽ കെട്ടിടമായിരിക്കും. അത് പള്ളിയിലല്ല, അത് പള്ളിയോടനുബന്ധിച്ച് സ്പെഷ്യൽ കെട്ടിടത്തിൽ അതെല്ലാം തിരുശേഷിപ്പുകൾ മുഴുവനും വരും. തിരുശേഷിപ്പുകളൊക്കെ വെച്ചുള്ള ഒരു പള്ളിയെക്കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതാണ് ചോദിച്ചത്. അതിൽ നിന്ന് പിന്മാറുന്നില്ല? എന്താ? ഒരിക്കലും പിന്മാറില്ല. അതിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നന്ദി. നോളജ് സിറ്റിയിലെ പള്ളി തന്നെയാണ് ഷെയറെ മുബാറക്ക് മസ്ജിദ് എന്ന് പുലമ്പുന്ന അനുയായികള്, കാന്തപുരത്തിന്റെ കുഞ്ഞാടുകള് 2 ചെവിയും തുറന്നു വെച്ച് കേട്ടോ. നോളജ് സിറ്റിയിലെ പള്ളിയല്ല ഈ പള്ളി. റിപ്പോർട്ടർ ചാനൽ നികേഷ് കുമാർ ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് പുതിയ പ്രവർത്തനം? നോളജ് സിറ്റിയിൽ പള്ളി ഉണ്ടോ? മുമ്പ് പറയാ, അല്ലല്ല, നോളജ് സിറ്റിയിലെ പള്ളിന്റെ പരിപാടി ഒന്നുമില്ല. ഈ പള്ളി ഞങ്ങൾ കോഴിക്കോട് ടൗണിൽ തന്നെ വേറെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പേപ്പർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫില്ലറും തൂണും കമ്പിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ നെട്ടും പൊട്ടും കൊട്ടുകാണ്ട് കൊടുത്ത് മുറുക്കിയാൽ മതി, പള്ളി റെഡി. അതും തിരുശേഷിപ്പ് സൂക്ഷിക്കുന്നുണ്ട്. പള്ളിന്റെ ഉള്ളിലൊന്നല്ല, പള്ളിനോട് ചാറ്റിട്ട് വേറെ ബിൽഡിങ്ങിലാണ് എന്നൊക്കെ പറഞ്ഞ ഇയാളോട് ചോദിക്കട്ടെ, ഇയാൾ അനുയായികളോട് ചോദിക്കട്ടെ, എവിടെയോ പള്ളി 40 കോടിന്റെ പള്ളി? ഞങ്ങൾ ആരും കോഴിക്കോട് സിറ്റിയിലെ പള്ളി കണ്ടിട്ടില്ലല്ലോ. വാനിഷിംഗ് ഷെയറെ മുബാറക് എന്നിട്ട് ഇങ്ങനെ മാഞ്ഞു പോയോ? മാജിക്, മുതുകാരന്റെ മാജിക് പോലെ അതിങ്ങനെ അന്തരീക്ഷത്തിൽ ലയിച്ചു പോയോ? നിങ്ങൾ ആൾക്കാർ മാത്രം ചെന്നാ കാണുന്ന പള്ളിയാണ് ആ പള്ളി തന്നെ. പറ്റിക്കുന്ന ജനങ്ങള് പൈസ ഉണ്ടാക്കാൻ വേണ്ടി, പൈസ പിടുങ്ങാൻ വേണ്ടിയിട്ട് 40 കോടിന്റെ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് 40-400 കോടി പോക്കറ്റിലാക്കിയിട്ട് സുഖിച്ച് ജീവിക്കുന്ന ഇയാള്. മനസ്സിലായോ? എന്നിട്ട് ഇപ്പോഴും പൊക്കി പിടിച്ച് കൊടുന്നൊക്കെ നബിന്റെ മുടി എന്ന് പറഞ്ഞിട്ട് എന്താണ് അതിന്റെ കാരണം? ഞാൻ വരുന്നുണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഇയാൾ നബിന്റെ മുടി വളർന്നു എന്ന് പറഞ്ഞിട്ട് വരാനുള്ള കാരണം എന്താണുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ ലാസ്റ്റ് പറയാം. ഇനി ഇതൊക്കെ പറയുമ്പോഴും പറയും, ഇത് വഹാബി അസൂയോണ്ട് പറയാണ്, ഷെയ്ഖുന് അങ്ങനെ 40 കോടിന്റെ പള്ളി ഉണ്ടാക്കണമെന്നുള്ള കണ്ണുകടി കൊണ്ട് പറയണെന്ന് പറയും. എടോ, ഞങ്ങൾ മാത്രല്ല, ഇതിനെക്കുറിച്ച്, ഇത് കാന്തപുരം നടത്തി ഈ തട്ടിപ്പിനെ കുറിച്ച് നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട 2ാമനായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പോലും ഈ പള്ളിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഇയാൾ എവിടുന്ന ഈ പള്ളി ഉണ്ടാക്കാനുള്ള ഐഡിയ ഉണ്ടായതെന്നൊക്കെ പൊന്മളന്നെ പറയട്ടെ. അത് ഇതിന്റെ ഒരു കാരണം, ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ നമ്മള് നിങ്ങളോട് പറയുന്നത് എനിക്ക് വളരെ പുറത്തു പറയണ്ട, നമ്മൾക്കൊക്കെ ഉള്ള ഒരു സംഗതി, ഉസ്താദ് ഇങ്ങനത്തെ കാര്യങ്ങള്
സ്വകാര്യ മേഖലയിൽ തീരുമാനിച്ച് ഇത് വിഷയങ്ങളാകുമ്പോഴാണ് നമ്മളെല്ലാം ഏറ്റെടുക്കേണ്ടി വരുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ ഒരു കൂടിയാലോചന നടത്തണ്ടേ? അതെ തീർച്ചയായും. ഞാൻ നാളെ ഉസ്താദിനോട് ചോദിച്ചു, ഇങ്ങനത്തെ ഒരു പള്ളി ഉണ്ടാക്കാൻ എവിടുന്ന ഉസ്താദ് തീരുമാനിച്ചു ചോദിച്ചു. ഇത് ആര് തീരുമാനിച്ചാ? നമ്മളെല്ലാരും പറഞ്ഞിട്ടപ്പോ അങ്ങനെ കൂപ്പറുമായിട്ട് കണ്ടപ്പോ നമ്മളറിയണേ ഇത് എവിടുന്നായി തീരുമാനിച്ചു, ആരാ ഇതിന്റെ ആൾക്കാർ? ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരുപാട് വിഷയം, ഇതൊക്കെ അവസാനം വരുമ്പോ സംഘം ഏറ്റെടുക്കേണ്ടതാ. ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കാരണം എന്ന് വെച്ചാൽ ഉസ്താദിനെ അങ്ങനെ മസ്കിട്ട് സോപ്പിട്ട് കാര്യങ്ങൾ നേടാൻ വേണ്ടി കുറച്ച് കൗമുണ്ട് അവിടെ. അവരിങ്ങനെ ഓരോരോ കൊണ്ടുണ്ടാക്കി കൈ കൊണ്ട് ഉസ്താദിന് ചാടിക്കും. അവരായി പിന്നില്. കാരണം ഉസ്താദിനോട് ഇന്നാള് നമ്മൾ പറഞ്ഞു, ഇന്നാളത്തെ നമ്മൾ കൂടുതലല്ലേ തുറന്ന കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി കൂടിയപ്പോ ഞാൻ കുറച്ച് വികാരപരിതനായി കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോ അതിനെ തുറന്ന് കൂറ്റമ്പാടിയും പറഞ്ഞതാക്കി. ഇതിന് നല്ലൊരു പങ്ക് പിന്നെ ഹക്കീമിനുണ്ടായിരുന്നു ഉസ്താദിന്റെ മോനക്ക്. ഇങ്ങനത്തെ ഈ പ്ലാനുകളൊക്കെ ചെയ്യുന്നത്, ഈ പ്ലാനൊക്കെ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഇൻജിനിയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ കൂട്ടുപിടിച്ച് പ്ലാനൊക്കെ തയ്യാറാക്കി ഉസ്താദിന് മുമ്പേ അവതരിപ്പിക്കുമ്പോൾ ഉസ്താദാൻ റെഡി പറയും. അപ്പൊ പിന്നെ വിഷയമായി. അങ്ങനെ പുറത്തെല്ലാം കൂടി പ്രശ്നമായി, ഒച്ചപ്പാടായി. അപ്പോഴാണ് പിന്നെ സംഘടന ഏറ്റെടുക്കേണ്ടത്. ഇന്ന് എപ്പൊ സംഘടന സലീക്കാതൊക്കെ വരിക, സംഘടന കൊണ്ട് വരുമോ? അപ്പൊ നമ്മളങ്ങ് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഇതൊക്കെ സംഘടന ഏറ്റെടുക്കണമെങ്കിൽ സംഘടനക്ക് ഇതിൽ പങ്ക് വേണ്ടേ? എന്ത് സംഗതി വന്ന് മുസീബത്താവിന്റെ സംഘടന ഏറ്റെടുക്കാൻ ഞാൻ ഹക്കീമിനെ ചീത്തറിഞ്ഞു. കാരണം ഹക്കീമിന്റെ അടുത്ത് 5 ദിവസം കൊടുത്തതാ. ഞാൻ പറഞ്ഞു ബാപ്പ പിന്നെ കുറെ കാലം ദീനിന്റെ പ്രവർത്തനായി നടന്നിട്ട് പിന്നീടാണ് ബാപ്പാനെ പറ്റി ഈ ആരോപണങ്ങളൊക്കെ വരുന്നത്. ഇജിപ്പ് എന്തായാലും ഇന്നാണെപ്പോഴും ഈ രംഗത്ത് വന്നുള്ളൂ. ഇജിപ്പ് തന്നെ ഈ സാമ്പത്തിക ഇടപാട് കഴിഞ്ഞാലോ? സഹോദരങ്ങളെ, ആരെ സംസാരിക്കണറിയോ? പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാര്. കാന്തപുരം കഴിഞ്ഞാൽ ആ പ്രസ്ഥാനത്തിലെ രണ്ടാമൻ മുഹിയുസുന്ന എന്ന് ഓമനപ്പേരിട്ട് ഒരു വിളിക്കണ ആള്. വലക്കൂടത്തിലെ ഏറ്റവും വലിയ ഫിഖിന്റെ പണ്ഡിതൻ ഒന്ന് അയാളാണ്. രണ്ടാമത്തത് മറ്റേ ത്വരപ്പൻ മാഹിക്കാരൻ ദിശ ഉണ്ടല്ലോ, പെരിച്ചായിന്റെ പണിയെടുക്കണേ. അവനാന്റെ വീടിന്റെ പിന്നെ മൂലൊക്കെ തന്നെ ഇങ്ങനെ കൂട് കൂട്ടിയിട്ട് വീടിന്റെ തറന്നെ തുരക്കണ സാധനമുള്ള ത്വരപ്പനലി. ആ ത്വരപ്പനലിയാണ് രണ്ടാമത്തെ. എന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ എല്ലാം ചോർത്താണ്. അപ്പൊ അതിന്റെ അടി പൊന്മള സാധു പറയണത് പുറത്ത് പറഞ്ഞിട്ടാന്ന്. ഓ അങ്ങനെ പുറത്തു വരിയോ? പൊന്നാര മുസ്ലിയാര് അങ്ങക്ക് ഓനോട് പറഞ്ഞ കാട്ടി എന്നിട്ട് മനോരമ പേപ്പറിലോ മാതൃഭൂമി പേപ്പറിലോ കൊടുത്തുവിടുന്ന എത്ര പബ്ലിസിറ്റി ആവൂലായിരുന്നു. അതിൻ്റെതായ ആൾക്കാരെ വായിക്കൊള്ളായിരുന്നു. ഇരിക്കട്ടെ, അപ്പൊ എന്താ പൊന്മള പറഞ്ഞത്? ഈ കാന്തപുരത്തിന്റെ എല്ലാ പരിപാടി ഇങ്ങനെ തന്നെയാണ്. മൂപ്പര് സ്വകാര്യമായിട്ടാണ് തീരുമാനിക്കും. എന്നിട്ട് പിന്നെ വിവാദമാകുമ്പോഴാണ് നമ്മളൊക്കെ അറിയലേ. എന്നിട്ട് മൂപ്പര് ചോദിച്ചാലോ, അല്ല ഉസ്താദെ, ഈ പള്ളി ഉണ്ടാക്കാനുള്ള തീരുമാനം ആരെടുത്തതാ? നമ്മളാരും അറിഞ്ഞിട്ടില്ലല്ലോ. ഏത് 40 കോടിന്റെ പള്ളി കോഴിക്കോട് സിറ്റിയിൽ ഉണ്ടാക്കണത് പൊന്മള അറിഞ്ഞിട്ടില്ല. പൊന്മള ആരാ? അന്നൊന്നും SYSന്റെ സംസ്ഥാന നേതാവ്, ഏറ്റവും വലിയ നേതാവ്, കാന്തപുരം ഗ്രൂപ്പിലെ പ്രസ്ഥാനത്തിലെ രണ്ടാമൻ, ഏറ്റവും അറിയപ്പെട്ട പണ്ഡിതൻ, ഒരു പക്ഷെ പല വിഷയങ്ങളിലും കാന്തപുരത്തേക്കാൾ അറിവുള്ള പണ്ഡിതൻ. അയാളാ പറയണത് നമ്മളിതാരും അറിഞ്ഞിട്ടില്ലല്ലോ, ഈ പള്ളി ഉണ്ടാക്കണവരെ നമ്മളാരും അറിഞ്ഞിട്ടില്ലല്ലോ. ആരെ ഉസ്താദ് തീരുമാനിച്ചു? ജനങ്ങളെ പറ്റിക്കാൻ എന്തിനപ്പോ മുഷാവറി ചർച്ച ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അനുയായികളോട് ചർച്ച ചെയ്യേണ്ടത്? ബാപ്പി മോന് തീരുമാനിച്ചിട്ടുണ്ടാവും, വേറെ ആരെ തീരുമാനിക്കാന്? അപ്പൊ എങ്ങനെയാണ് കാന്തപുരം ഈ വക കെണിയിലൊക്കെ പോയി പെടണത്? അതും പൊന്മള പറയുന്നുണ്ട്. കാന്തപുരത്ത് അങ്ങനെ മസ്കിട്ട് സോപ്പിട്ടിക്കാണ്ട് കാര്യം നേടാൻ നടക്കണ കുറച്ച് ടീമുണ്ട് മർക്കസിന്റെ ഉള്ളില്. ഓലാണ് കാന്തപുരത്തിനെ ഈ കുണ്ടിലൊക്കെ കൊണ്ടുപോയി ചാടിക്കണത്. ആ ടീമിന്റെ നേതാവാരാ? മോൻ തന്നെ അബ്ദുൽ ഹക്കീം. തലതെറിച്ച മക്കളുണ്ടെങ്കിൽ അവസാന കാലത്ത് ബാപ്പാർക്ക് മര്യാദക്ക് കിടന്ന് മരിക്കാൻ പറ്റൂല്ലോ. അങ്ങനത്തെ സ്വഭാവം നാട്ടിലുണ്ടല്ലോ. അതിൽപ്പെട്ട ഒരുത്തനാണിത്. അപ്പൊ സഹോദരങ്ങളെ, ഇതാണ് ആ മുടിയുമായി ബന്ധപ്പെട്ട, ആ പള്ളിയുമായി ബന്ധപ്പെട്ട അക്കാലത്തുണ്ടായ വിവാദത്തിന്റെ കോലം. ഇനി ആനുകാലിക വിഷയത്തിലേക്ക് തിരിച്ചു വരാ. കാന്തപുരം എന്തൊക്കെ പിന്നെ പറഞ്ഞത്? മുടി വളരെയുണ്ട്, 1/2 സെന്റിമീറ്റർ വളർന്നു എന്ന് പറഞ്ഞല്ലോ. അതിന്റെ ബാക്കിയായിട്ട് കാന്തപുരം എന്താ പറഞ്ഞത് കേട്ടോളി. അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമിനീര് കൊണ്ട് രോഗം മാറ്റിയതും കുട്ടികളെ ചെറുപ്പത്തിൽ ഉമ്മമാര് പ്രസവിച്ച അടുത്ത ദിവസങ്ങളിൽ തന്നെ റസൂലുള്ളാഹിന്റെ അടുത്ത് കൊടുത്തേക്കും. ആ റസൂലുള്ളാഹിന്റെ വായിലിട്ട് ചവച്ച ഈത്തപ്പഴത്തിന്റെ മധുരം കുട്ടികളുടെ വായിലേക്ക് വെച്ചു കൊടുക്കൽ പതിവായിരുന്നു. അത് തബറുക്ക് ആണ്. അങ്ങനത്തെ കുട്ടികൾ പിന്നെ നന്നാവും, അവർ മോശമായി പോവില്ല. നമ്മൾ ഈ റബ്ബറിനും അതിനൊക്കെ മഹാളി രോഗം വരാതിരിക്കാൻ വേണ്ടി
മരുന്നടിക്കലല്ല. അതുപോലെ ഈ കുട്ടികളുടെ ഒരു മരുന്നടിക്കലാണ് സ്വാലിഹീങ്ങളുടെ വായിലിട്ട് ചവച്ച മധുരം കുട്ടികൾക്ക് കൊടുക്കുക എന്നത്. കേട്ടില്ലേ? കാക്ക സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്ന കോലാണ്. ഇതാണ് ഇയാളെ എല്ലാ പരിപാടിയും. എടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിന് ബർക്കത്തുണ്ട്, അതിന് പോരിശുണ്ടെന്ന് മുസ്ലിം ലോകത്തിന് തർക്കമില്ല. അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം തന്നെയാണിത്. ഇങ്ങനെ അതിനോട് കിയാസാക്കാണ് പല കൂട്ടപ്പെട്ട സ്വാലിഹ്യങ്ങൾ എന്ന് പറഞ്ഞ ആൾക്കാരും ഇങ്ങനെ തന്നെയാണ്. ഇതിനാണ് ആമിനെക്കുട്ടിനെ കാണിച്ച് അമ്മിനെക്കുട്ടിനെ കെട്ടിക്കുക എന്ന് പറയാ. മനസ്സിലായോ? റസൂലുള്ളാഹിന്റെ മാതിരി ഞങ്ങളെ കൂട്ടപ്പെട്ട സ്വാലിഹ്യങ്ങൾ എന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ. ഇതുപോലെ തന്നെയാണ് സ്വാലിഹ്യങ്ങളുടെ വായിലിട്ട് ചവച്ചരച്ച മധുരം കുട്ടിയൊക്കെ കൊടുക്കുമല്ലോ. ഈ റബ്ബർ മരത്തിനൊക്കെ മഹാളി രോഗം വരാതിരിക്കാന് മരുന്നടിക്കണ പോലെയാണ് സ്വാലിഹ്യങ്ങളായ ആൾക്കാരെ വായിലിട്ട് ചവച്ച ഈ മധുരം കുട്ടികളെ തൊള്ളിലേക്ക് വെച്ചുകൊടുക്കുക. ഏതുപോലെ? റസൂലുള്ള കുട്ടികൾക്ക് കൊടുത്ത പോലെ. റസൂലുള്ള ഇവിടെ കൊടുക്കണോ? നിങ്ങളെ കൂട്ടപ്പെട്ട ഈ സ്വാലിഹ്യങ്ങൾ എന്ന് പറഞ്ഞ ഈ പിരാന്തന്മാർ ഇവിടെ കെടുക്കണ്. അതാ നമുക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ രണ്ടും പാടെ തുലനം ചെയ്യല്ലേ. ഇനി അതുപോലെ തന്നെയാണ് സ്വാലിഹ്യങ്ങൾ ചവച്ചരച്ച മധുരം കുട്ടികളെ വായിൽ വെച്ചുകൊടുക്കുമെന്ന് ഏതെങ്കിലും ഒരുത്തം ഏതെങ്കിലും പിറ കിതാബിൽ എഴുതി വെച്ചേക്കണോന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ. പക്ഷെ നിങ്ങളെ കൂട്ടത്തിലൂടെ സ്വാലിഹ്, നിങ്ങളെ കൂട്ടത്തിൽ സ്വാലിഹ്യങ്ങൾ എന്ന് പറഞ്ഞു നടക്കണം, ഔലിയാക്കൾ എന്ന് പറഞ്ഞു നടക്കാൻ പടു വിരാന്തന്മാരല്ലേ? തൂറിയ ചന്തിയാകാത്ത ഓച്ചിറ ദാമോദരനെ പോലെ, വള്ളം കണ്ട പായണ ഭയങ്കര കോയപ്പാപ്പാനെ പോലെ, മൂത്രൊഴിച്ച മണർക്കാത്ത പിരാന്തം മടവൂരിനെ പോലത്തെ ആൾക്കാർ ഞങ്ങളെ സ്വാലിഹ്യങ്ങൾ തന്നെ. വെറ്റിലാർക്കും ചവച്ചരച്ച് ഇങ്ങനെ കേറ്റലേൽപ്പിച്ച് കണ്ട് ഇങ്ങനെ കുളിക്കൂല, നാനക്കൂല, മൂത്രയിച്ച കഴുകൂല, ദൂരെ ചന്തിയാകൂല, ഇങ്ങനെ ഈച്ച മണിയനേച്ച ചുറ്റും ഇങ്ങനെ പൊതിഞ്ഞിറക്കണ നിങ്ങളെ യൗലിയാക്കള സ്വാലിഹ്യങ്ങൾ ഓലെ തൊള്ളിയിലിട്ടുന്ന സാധനം കുട്ടികളെ തൊള്ളിക്ക് വെച്ചു കൊടുക്കേണ്ടത്. അതിനെക്കാട്ടി മുല്ല കുട്ടികളെ തൊള്ളിക്ക് വല്ല കുരുടാൻ വെച്ചു കൊടുക്കല്ലേ നല്ലത്. സഹോദരങ്ങളെ, ഞാൻ വെറുതെ പറയില്ലല്ലോ. ഇവലെ ഏറ്റവും വലിയ സ്വാലിഹായ, ഏറ്റവും വലിയ കുതുബുൽ അക്താവായ, മുദബ്ബിറുൽ ആലമായ, കുതുബുൽ ആലമായ മടവൂരിന്റെ അവസ്ഥ എന്തായിരുന്നു? അയാളെ വൃത്തിന്റെയും വെടുപ്പിന്റെയും കോലെന്തായിരുന്നു? കേട്ടോളി. ഒരു ദിവസം സാഹിബിന്റെ ഞാൻ കണ്ടാണ് മഹാനവറുകൾ, അല്ലാഹു അവർത്ത് ദർജേറ്റി കൊടുക്കട്ടെ, ഇങ്ങനെ മൂക്ക് പിടിച്ചിട്ട് ആ കോളാമ്പിൽ കാണുക. ചുരുട്ടിങ്ങനെ മിനിറ്റിന് മിനിറ്റ് ആ കോളാമ്പിൽ ഇങ്ങനെ കൂടിക്കെടുക്കുക. അത് വൃത്തിയാക്കിയാണ്. ഇത് പറയാൻ വിഷമുണ്ട്. ആടെ ഇരുന്നിട്ട് പുറത്ത് കൊണ്ടുപോയതല്ല, വൃത്തിയാക്കിയാൽ ഇത് നമ്മളെ ഷെയ്ഖിനെ ചെയ്തതാ. ഞാനൊന്നുമല്ല, ഇങ്ങനെ എത്തിയിട്ട് ഞാനൊന്നുമല്ല. അങ്ങനെ അത് ആ ചുരുട്ട് പുകലുള്ളത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസം, കേൾക്കാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇത് ഏറ്റവും ടോപ്പിലെ പരീക്ഷയായിരുന്നു. അത് മുഴുവനും കുടിച്ച്. ഇതിനെക്കാട്ടും വലിയൊരു സ്വാലിഹ് നിങ്ങളെ കൂട്ടത്തിൽ അടുത്ത കാലത്ത് ഉണ്ടായിക്കണ, ഈ നൂറ്റാണ്ടിൽ ഉണ്ടായിക്കണ. പ്രപഞ്ചത്തിന്റെ ഉത്ഭവം മുതൽ ഇതിനെക്കാട്ടും വലിയൊരു സ്വാലിഹ് ഉണ്ടായിട്ടില്ല ഞങ്ങൾ പ്രസംഗിച്ചിട്ടുള്ളത്. അയാളെ കോലാണിത്. എന്തായി കാട്ടിയത്? ഈ മടവൂരിന്റെ ഷെയ്ഖുണ്ടല്ലോ, ഒരു പിശാജ് പുലിമൊയ്തീനെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നതിന്റെ കോഴിക്കോട് ഒരു സുപ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെട്ട മനുഷ്യരൂപം പോണ്ട ഷെയ്ത്താന്. ആ ഷെയ്ത്താനാളെ ഫിത്ന ഉണ്ടാക്കിയത്. അച്ചങ്ങായിന്റെ അടുത്ത് മടവൂര് റിയാളൊക്കെ ഇരുന്നിരുന്ന കാലഘട്ടത്തില് 8 കൊല്ലോ 9 കൊല്ലോ അയാൾ മുമ്പിൽ ഇരുന്നിക്കണ്. അങ്ങനെയാണ് ഈ മടവൂര് ഷെയ്ത്താനിയത്ത് ബാധിക്കണത്. ആ സമയത്ത് അയാൾ മടവൂരിനെ കൊണ്ട് ചെയ്ത ദ്രോഹം ഷെയ്ത്താനിയത്ത് എന്ന് പറയാൻ വേറെ വല്ല തെളിവന്തിമാണോടോ? കാരണം നജസ് മാത്രം, അള്ളാന്റെ ദീൻ എന്താടോ? തൊഹൂറാണ്, ശുദ്ധിയാണ്. നജസ് ഷെയ്ത്താൻ ഇഷ്ടപ്പെട്ടതാ. ആ ഷെയ്ത്താൻ ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ മടവൂരിനെ കൊണ്ട് കുടിപ്പിച്ചിരുന്നത്. എന്താണ്? കാർക്കിച്ചാണ് തുപ്പും കോളാമ്പിൽക്ക്. ആ തുപ്പല് പിന്നെ മൂക്കങ്ങോട്ട് ചീറ്റും, അതിന്റെ മൂക്കള ചുരുട്ടെങ്ങനെ വലിച്ചു, എന്നിട്ട് അതിന്റെ ആഷ് അതൊക്കെ പാടെ കുത്തിക്കലക്കിയിട്ട് ഒരു മൂക്കള ഷെയ്ക്ക്. മറ്റേത് പൊടിയും പിന്നെ ഉമിനീരും മുടിയൊക്കെ പാടിട്ട് കുൽക്കി സർബത്ത് അവിടെ മർക്കസിൽ ഇപ്പോ. അതാണ് കാന്തപുരത്തിന്റെ പരിപാടി. കാന്തപുരത്തിന്റെ ഷെയ്ഖായ മടവൂര്, ആ മടവൂരിന്റെ ഷെയ്ഖായ പുലിമൈദീന്റെ പരിപാടി എന്തേനോ അവിടെ കുൽക്കി സർബത്താണെങ്കിൽ ഇവിടെ മൂക്കള ഷെയ്ഖ്, ആപ്പിൾ ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞ മാതിരി. അതങ്ങനെ മോൻ തന്നെ. മനസ്സിലായോ? ഇതല്ല ഇപ്പൊ നിങ്ങളെ സ്വാലിഹ്യങ്ങളെ വൃത്തിന്റെയും വെടുപ്പിന്റെയും കോലം. എത്ര എണ്ണം ഇങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ നിങ്ങൾ സ്വാലിഹ്യങ്ങൾ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് തരിയേറ്റി കൊണ്ടിടക്കുന്ന എല്ലാ പടപ്പോലെ അവസ്ഥ ഇതാണ്. വൃത്തി എന്ന് പറഞ്ഞ സാധനം ഓലെ 7 എലത്ത് കൂടി പോയിട്ടുണ്ടാവൂല. ഇവരെ തൊള്ളിയിലിട്ടതും ഇവര് ചവച്ചരച്ചൊക്കെയാണ് കുട്ടിയൊക്കെ കൊടുക്കേണ്ടത്. മനസ്സുറപ്പുള്ള അവനാന്റെ രക്തത്തിലുണ്ടായ അവനാന്റെ ഉദരത്തിൽ നിന്ന് നൊന്ത് പ്രസവിച്ച ഒരു തള്ള ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇയാളെ അനുയായികൾ ചെയ്യായിരിക്കും, ഇയാളെ മലയെടുത്ത് നിന്നായിരിക്കും, ഇയാളെ മൂത്രം കുടിച്ചായിരിക്കും, ഒക്കെ ചെയ്യായിരിക്കും. അത് പോലീസായിട്ട് കുപ്പിയിലാക്കി കൊണ്ടുകൊടുക്കായിരിക്കും. എന്തൊക്കെ ഇവിടെ സംഭവിക്കാൻ പോകുന്നു കാത്തിരുന്ന് കാണാൻ ഇൻഷാ അല്ലാഹ് നമുക്ക്. ഇയാളെ കാലശേഷം, ഇയാളെ ഒടുങ്ങിന് ശേഷം ഇയാളെ വീട്ടിലെ കക്കൂസ് മോന്തുമ്പല്
എന്നിട്ട് പോയിഞ്ഞുണ്ട് പെരിയിൽ വെക്കും, ഉണക്കി പൊടിച്ചു വെക്കും പോലെ, എന്നിട്ട് രോഗത്തിന് വെള്ളത്തിട്ട് കുടിക്കും ചെയ്യും. അങ്ങനത്തെ ഒരു തലച്ചോറില്ലാത്ത കൗമിനാണ് ഉമ്മാന് വളർത്തിയെടുത്തിട്ടുള്ളത്. മനസ്സിലായോ? ഞാൻ തമാശ പറയത്തങ്ങനെ പറയുമ്പോ അതിശയോക്തി പറയാൻ നിങ്ങൾ വിചാരിക്കണ്ട. ഇതുപോലുള്ള പുലബം പറച്ചിൽ കേട്ടിട്ട് ഇവരെ കൂട്ടത്തിൽപ്പെട്ട ഏതൊരു ത്വരീക്കത്തിന്റെ ടീം പ്രസംഗിച്ച പ്രസംഗത്തിനെ കുറിച്ച് പേരോട് പറയണമെന്ന് കേട്ടോക്കി. സുബ്ഹാനല്ലാഹ്, ഒരാൾ പറയുന്ന സൗണ്ട് എനിക്ക് ഇവിടെ നിന്ന് പ്രവർത്തകന്മാർ അയച്ചു തന്നു. ഞാനത് കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടമായി പോയി. അത് മാത്രമല്ല, അതിന്റെ പുറമെ ഈ കാലഘട്ടത്തിന്റെ തൊട്ടടുത്ത് കഴിഞ്ഞു പോയ എല്ലാവരെ പറ്റിയും പറയുന്നുണ്ട്, ഗീബത്തിങ്ങനെ പറയുന്നുണ്ട്. കൂട്ടത്തില് സുബ്ഹാനല്ലാഹ്, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർക്ക് ശരീരത്തുണ്ടായിരുന്നില്ല. മന്നലും നിന്ന് ബാബു മുസ്ലിയാർ വേറൊരാളെ വായിൽ മൂത്രമൊഴിച്ചു കൊടുത്തു. കാര്യമായിട്ട് വേദറിയാണ് ഇത്. ബാബു മുസ്ലിയാർ വേറൊരാളെ വായിൽ മൂത്രമൊഴിച്ചു കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഒരുത്തം വായിൽ പിടിച്ച് ഇങ്ങനെ നിന്നെടുത്തതാ. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കേട്ടുകേൾവി അനുസരിച്ച് വർത്താനം പറഞ്ഞാൽ പച്ചക്കള്ളായിരിക്കും, പച്ചക്കള്ളമായിരിക്കും. കേട്ടുകേൾവി അനുസരിച്ച് പറഞ്ഞാൽ ബുഖാരിയിലുള്ളതാ, മുസ്ലിമിലുള്ളതാ. ഏതോ ഒരുത്തം പറയുന്ന കേട്ടിട്ട് ഇവനും പറയുന്നേ. ആ ബാബ മുസ്ലിം പണ്ടങ്ങാനും മരിച്ചുപോയ ഒരു ആലിമിന്റെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ വേറൊരാളെ പറ്റി, അയാളെ പറ്റി തന്നെ പറയുന്നു, വേറൊരാളെ വീട്ടിൽ കാട്ടിച്ചു വെച്ചു. എങ്ങനെയുണ്ടോ മഹാന്മാരി എന്ന് പറയുന്ന, ഔലിയാക്കൾ എന്ന് പറയുന്ന, സ്വാലിഹീങ്ങൾ എന്ന് പറയുന്ന ആളുകളുടെ വേസ്റ്റുകള്, അതിന്റെ മലത്തിന്റെയും മൂത്രത്തിന്റെയും പോരിശ പറഞ്ഞ ആൾക്കാരല്ലേ നിങ്ങളെ പ്രസംഗം കേട്ടിട്ട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അല്ലേ? മടവൂരിന്റെ മലത്തിനും വേണ്ടി മൊയ്തീൻ ഷേഖിന്റെയും നിഫായി ഷേഖിന്റെയും ജിന്നുകൾ തമ്മില് തല്ലുകൂടിയെന്ന് നിങ്ങളെ മടവൂർ കാഫിലിൽ അഭിമുഖം വന്നിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങൾ പറയ കളവാന്ന് പറയും. അപ്പൊ പിന്നെ ബാവ മുസ്ലിയാര് അനുയായിന്റെ വായിൽക്ക് മൂത്രമൊഴിച്ചു കൊടുക്കൂലേ? ബാവ മുസ്ലിയാർ മന്നലാകുന്ന ബാവ മൂലിയാര് ഒരാളുടെ വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തു, ഓനത് ഭക്തിയിൽ കുടിച്ചു എന്ന് അതിൽപ്പെട്ട ഏതോ ഒരുത്തം വലിയ ആദരവിൽ പ്രസംഗിച്ചത്രേ. അതിനെ വിമർശിക്കുകയാണ് പേരോട്. ഇത് ബുഖാരിയിലുള്ളതോ മുസ്ലിമിലുള്ളതോ? ഓ, ചോദിക്കുന്നേട്ടതോട് നിങ്ങൾ ബുഖാരിയുള്ളതും മുസ്ലിമിനുള്ളതും മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങളെ തെളിവ് ഇതൊക്കെയോടെ ബുഖാരിയുള്ള മുസ്ലിമിനുള്ളതൊക്കെ നിങ്ങളെ തെളിവ്? നിങ്ങളെ തെളിവ് എന്താടോ? ഓരോ മാല കിതാബും മൗലിദ് കിതാബും പീറ കിതാബും കീറ കിതാബും നബുഹാനിന്റെ കിതാബും ഷാറാനിന്റെ കിതാബും ഇക്കണ്ട വേസ്റ്റുകളല്ല നിങ്ങൾ തെളിവ്. അല്ലാതെ ബുഖാരി മുസ്ലിം നോക്കിയിട്ടാ നിങ്ങളെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നിങ്ങളെ വിശ്വാസങ്ങളും ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. നിങ്ങൾക്ക് ബുഖാരിയും വേണം മുസ്ലിമും വേണം. പാവ മുസ്ലിയാർ അനുയായിന്റെ വായിൽക്ക് മൂത്രയിച്ചു കൊടുത്തോലോ? കൊടുക്കൂലേ? റസൂലുള്ളാന്റെ എല്ലാ അവശിഷ്ടങ്ങൾക്കും പോരിശുണ്ടെന്ന് പ്രസംഗിക്കുന്ന നിങ്ങള്, മഹാന്മാരും റസൂലുള്ളാനെ പോലെ തന്നെയാണ് എന്ന് പ്രസംഗിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങള്? ഇത് കേട്ടിട്ട് ബാബ മുസ്ലിയാരെ മൂത്രം കുടിച്ചാൻ വേണ്ടി ഒരുത്തം കൊച്ചനാടിന്റെ മാരി ഇങ്ങനെ തൊള്ളാട്ടി കൊടുത്താല് അതിൽ വല്ല അത്ഭുതം ഉണ്ടോ ചങ്ങായിമാരെ? ആരോടാണ് നിങ്ങൾ ഈ പറയണത്, ഈ സങ്കടം പറയണത്? നിങ്ങൾ അനുയായികളോടോ? നാളെ കാന്തപുരത്തിന്റെ മൂത്രം കുടിക്കാൻ റെഡിയായി നിൽക്കണ കൗമാണത്. മനസ്സിലായോ? നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടോ? കാത്തിരുന്ന് കാണാൻ നമുക്ക്. കാരണം കാന്തപുരം വലിയ ആളോ, മഹാനായ വലിയാണ് കാന്തപുരം. ഇപ്പൊ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, ഇപ്പൊ തന്നെ കറാമത്ത് വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. കാന്തപുരം വലിയാന്ന് പോലും പറയണ്ടല്ലോ, കേട്ടോളി. ഭൗതിക കാഴ്ചയിൽ ഒരു ഭൗതികമായി വളരെ ഉയർന്നൊരു വ്യക്തിയാണ്. ഡ്രസ് നമ്മളെ പോലത്തെ ഒന്നുമല്ല, നല്ല ഡ്രസ്സായി. വണ്ടി ഏതെങ്കിലും അംബാസഡർ ഒന്നുമല്ല, നല്ല വണ്ടിയായി. അതൊന്നും ഒരു മനുഷ്യനൊന്നും വരാൻ പറ്റില്ല. അങ്ങനെ അള്ളാഹു ഭൗതികം കൊണ്ട് നിറച്ച അള്ളാഹുവിന്റെ ഔലിയാക്കൽപ്പെട്ട ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ്. കേട്ടില്ലേ? അള്ളാഹു ഭൗതികപരമായി തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുത്ത അള്ളാഹിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാളാണ് ഉസ്താദ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് പകര തള്ളിയതാ, തിരുത്തിയിട്ടില്ല. ഈ പ്രസംഗത്തിൽ തന്നെ ഇപ്പം പറഞ്ഞത് എന്ത്? ഉസ്താദ് അറിയാതെ അള്ളാഹു ഇവിടെ കാര്യം ചെയ്യണമെന്ന് നമുക്ക് തോന്നണില്ല. മാത്രല്ല, ഔലിയാക്കളെ ഷൂറയിൽപ്പെട്ട ഒരു മെമ്പറാണ് ഉസ്താദ്. ആ ഉസ്താദിന്റെ പോരിശയും ആ ഉസ്താദിന്റെ ബോഡി വേസ്റ്റിന്റെ വിതരണമൊക്കെ നമ്മൾ കാണാൻ പോണുള്ളൂ. ഇവരിപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട് കറാമത്ത്. ഉസ്താദിനെ പൊക്കിയടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ഇങ്ങോട്ട് തെങ്ങുമ്പോ മൂന്ന് കിട്ടണ്ടേ, എന്നാലല്ലേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞില്ലേ പണ്ടൊരുത്തം ഡോക്ടറോട്. എന്ന് പറഞ്ഞ മാതിരി ഇതൊന്നും അവസാനിച്ച് കിട്ടണ്ടേ, നല്ല ബാക്കിയുണ്ട്. ബാക്കിയുള്ള കഥകളും കറാമത്തുകളും ഇറക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ മുട്ടി നിൽക്കാണ്, പറയാൻ മുട്ടി നിൽക്കാണ് എല്ലാ വായാടികളും. എത്രത്തോളം നിങ്ങള് ഉസ്താദിനോട് ബന്ധപ്പെട്ട ഒരു മഹാനായ ആടിന്റെ കറാമത്ത് പോരിച്ച കേട്ടോളി. 1-2 ആഴ്ച കഴിഞ്ഞപ്പോ മിഅ്റാജ് നേർച്ച മഹാനവർകളുടെ വീട്ടിൽ കണ്ടിയിൽ വടകരയിൽ, ആ നേർച്ചക്ക് കാന്തപുരം ഉസ്താദ് എല്ലാ കൊല്ലവും പോകാറുണ്ട്. ജീവിതകാലത്ത് നടത്തി വരുന്ന പരിപാടിയാണ്.
1 കൊല്ലം പോകാതിരുന്നപ്പോൾ മഹാനവർകൾ പറഞ്ഞു നാളെ വീട്ടിലേക്ക് വരണം. ചെന്നപ്പോൾ ഉസ്താദ് അവർകളുടെ കാറ്, ട്രൂപ്പർ, അന്ന് കേരളത്തിൽ മറ്റാർക്കും ഇല്ലാത്ത മനോഹരമായ വാഹനം, ആ വാഹനത്തിന്റെ പിന്നിൽ ഒരാടിനെയും വെച്ചു കയറ്റി കൊടുത്തു. ഞാൻ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾക്കൊരു സൽക്കാരം തരാനാണ്. നിങ്ങൾ വന്നില്ല, ഇപ്പോൾ വന്നു. ഇത് കൊണ്ടുപോകണം. ഇത് ഞാൻ പാകപ്പെടുത്തി തല വേറെ കാല് വേറെ സൂപ്പ് വേറെ നിങ്ങൾക്ക് തരലുണ്ട്. നിങ്ങൾ കൊണ്ടുപോകണം. അബ്ദുൽ ലത്തീഫ് ആ വണ്ടിയുടെ ഡ്രൈവറായിരുന്നു. ഉസ്താദിന്റെ വണ്ടിയാണ്. ആ വണ്ടി വൃത്തിയിൽ, ശ്രദ്ധയിൽ, കാര്യഗൗരവത്തോടെ, ദുർഗന്ധം വരാതെ, AC കേടുവരാതെ നോക്കേണ്ടതാണ്. പക്ഷേ മുഹമ്മദാജി തങ്ങൾ തന്നതാണ്. ആ ആടും ഭാഗ്യവാൻ തന്നെ. ഉസ്താദിന്റെ വണ്ടിയിൽ കയറിയ പലരും ആ വണ്ടിന്റെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ ലൗകാന മുത്തകല്ലിമൻ, ആ ആടിനും പറയാൻ പറ്റുമായിരുന്നെങ്കിൽ പറയുമായിരുന്നു. ഞാനും വണ്ടി കയറിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, വടകരയിൽ നിന്ന്, ചെറുവണ്ണൂരിൽ നിന്ന് കാന്തപുരം വരെ ആ ആട് വണ്ടിയിൽ സഞ്ചരിച്ചു. ആ ആടും ഭാഗ്യവാൻ തന്നെ. ആ ആടിന് സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ ആ ബഹുമാനപ്പെട്ട മഹാനായ ആടവർകൾ പറയുമായിരുന്നു, ഞാനും കാന്തപുരത്തിന്റെ കൂടെ ആ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും തുല്യ ബുദ്ധി ആയതുകൊണ്ട് കുഴപ്പമില്ലാതെ ഞങ്ങൾ കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ടുണ്ട്. ആടിന്റെ പോരിശ മഹാനായ ആടവർകളെ ആ ട്രൂപ്പറിൽ കയറിയ ആടിന്റെ ആ പോരിശാണ് ഈ പറയണത്. അള്ള കാത്ത് തന്നെയാണ്. അല്ലെങ്കിൽ ഈ കറി വെച്ചതിന് ശേഷം ആടിന്റെ തോലിയും പെട്ടിയും കുറലും എല്ലൊക്കെ എവിടെ കൊയിച്ചിട്ടു അറിയില്ല. അതങ്ങനെ അറിഞ്ഞങ്ങണിച്ചപ്പോൾ ആടൗലിയൊക്കെ ജാറുണ്ടാക്കിയിരുന്നു. മഹാനായ കാന്തപുരം ഉസ്താദിന്റെ കാറിൽ കയറിയ മഹാനായ വലിയുള്ളാഹി ആടവർകൾ അവിടെ പോയി കണ്ട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു. ഈ എരണംകെട്ട കൗമ്, വൃത്തികെട്ടവന്മാര് പോലീസിൽ പ്രസംഗിക്കുകയാണ്. അപ്പൊ ഉസ്താദിന്റെ വണ്ടിയിൽ കയറിയ ആ ആടിന്റെ ഒരു ഭാഗ്യം. ഇനിയിപ്പോ എന്തൊക്കെയാണ് കാന്തപുരം മരിച്ചിരിച്ചവർ പറയാൻ പോണത്? ഇതൊക്കെ നിങ്ങൾ തമാശയാണ്, അതിശയോക്തിയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇങ്ങനത്തെ ഒരു വിചിത്രമായ ഒരു അനുയായികളും നേതാവും ലോകത്ത് എവിടെയുണ്ടോ? ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി മാത്രം, അനുയായികളെ വഞ്ചിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു നേതാവും, ആ നേതാവിന്റെ വായിലൂടെ എന്ത് വൃത്തികേട് വന്നാലും, പ്രവർത്തനത്തിലൂടെ എന്ത് വൃത്തികേട് സംഭവിച്ചാലും അതെല്ലാം പോരിശിയാക്കി ചിത്രീകരിച്ച് അതിൽ ഊറ്റം കൊള്ളുന്ന ഒരു വൃത്തികെട്ട ജനങ്ങളും അനുയായികളും. ഇങ്ങനത്തെ ഒരു വിഭാഗം ലോക ചരിത്രത്തിൽ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ കൂട്ടരെ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും, കാണിച്ചു തരും. ഇന്നാരിന്ന പ്രവാചകന്റെ സമുദായത്തിൽ ഇങ്ങനെ ഒരു കോമുണ്ടായിരുന്നു, നിങ്ങൾ കാണിച്ചു തരും. അറിയാൻ വേണ്ടിയിട്ടാണ്, പഠിക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നല്ല. സഹോദരങ്ങളെ, ഞാനിത് അന്ധമായ കാന്തപുര വിരോധം കൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറയില്ല. ഇയാളുടെ ചരിത്രതാണ്. പറഞ്ഞില്ലേ, 1/2 നൂറ്റാണ്ട് കാലം ഈ സമുദായത്തിനെ വഞ്ചിക്കാൻ തുടങ്ങിയിട്ട്. സമുദായം എന്ത് ചിന്തിക്കും, സമൂഹം എന്ത് ചിന്തിക്കുന്നു നോട്ട ഇയാൾക്കില്ല. ഇയാൾക്ക് എന്താണോ ശരി അത് അനുയായികൾക്കും ശരിയായിരിക്കും ഇയാൾക്കറിയാം. നിങ്ങൾക്കറിയാം സഹോദരങ്ങൾ, ആ കൊല്ലം ജില്ലയില് ആ കുപ്പത്തൊട്ടിയിൽ കിടന്നിരുന്ന ഓച്ചിറ ദാമോദരൻ എന്ന് പറയുന്ന ഒരു അമുസ്ലിമായ കാഫിറായ ഒരു പടുഭ്രാന്തൻ, ആ ഭ്രാന്തൻ മരിച്ചതിന് ശേഷം അയാൾക്ക് ജാറം കെട്ടിയിട്ട് ഉദ്ഘാടനം ചെയ്ത ചെങ്ങായിയാണ് ഈ കാന്തപുരം കാക്ക. മനസ്സിലായോ? തമിഴ്നാട്ടുകാരനായിരുന്നു അയാള്. ദാമോദരനോ വേലായുധനോ എന്തായിരുന്നു അയാളെ പേര്? താലപ്പ് മുറിക്കാത്ത ഔലിയാക്ക് താലപ്പാവ് ധരിച്ച ഒരു പുരോഹിതൻ സപ്പോർട്ട്. പിന്നെ അനുയായികൾ ഇങ്ങനെ കാണില്ല, അത്ഭുതമുണ്ടോ? അപ്പൊ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇപ്പൊ ഈ മുടി വിവാദം കെട്ടടങ്ങിയ ശേഷം വീണ്ടും എന്തിനാണ് ഈ കാന്തപുരം ഈ മുടിയുമായി രംഗപ്രവേശം ചെയ്തത്? വീണ്ടും വിവാദം ഉണ്ടാക്കി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വേറൊരു മാനക്കേടുന്ന തലവരാനുള്ള പരിപാടിയാണ്. ഇനി വരാൻ പോണ വലിയൊരു മാനക്കേടുണ്ടല്ലോ, നിമിഷപ്രിയന്റെ കേസ്. അയാൾ ഇപ്പൊ തന്നെ മുങ്ങി. ഞാൻ വരുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കണ്ട നിമിഷപ്രിയന്റെ കേസ് നമ്മൾ വിട്ടു, ഇനിയൊന്നും പറയില്ലാന്ന് വിചാരിക്കണ്ട. ഇൻഷാ അല്ലാഹ് കാത്തിരുന്ന് കാണാം. ഞങ്ങളും ചിലത് കാത്തിരിക്കാണ്. അപ്പൊ അതിന് വല്ല എസ്കേപ്പ് ആവാൻ വേണ്ടി ഈ വിവാദം ജനങ്ങളെ മുമ്പ് കണ്ടുകൊടുത്താണ് ഇയാള്. അതാണ് ഇയാളെ സ്വഭാവം. ഇട്ടുകൊടുത്തപ്പോ രണ്ടോടത്ത് ഒട്ടി, രണ്ടിനും മാനം കയറാൻ പോണു ഇയാള്. മനസ്സിലായോ? ഇതൊരു കുട്ടി പമ്പേഴ്സിൽ അപ്പിട്ട കുട്ടി, ആ പമ്പേഴ്സിൽ ചക്കന്റെ മുറിമ പോയിരുന്ന അങ്ങനെ ഉണ്ടാവും. ഉള്ളില് മലം, പുറത്ത് ചക്കപ്പശ. ഇക്കോലത്തിന് രണ്ടോടത്തും നാരി നിറഞ്ഞ കോലത്തിലാണ് ഇയാൾ സംഭവിക്കാൻ പോണത്. നിമിഷപ്രിയന്റെ കേസ് ഇയാൾ എന്തായാലും മാനക്കേടില് അഗാധമായ മാനക്കേടിക്ക് പോകാൻ പോവാണ്. അതിന് രക്ഷപ്പെടാൻ വേണ്ടി ഇതിൽ പോയി തലട്ട് ഇപ്പൊ രണ്ടോടത്ത് ഒട്ടി. ഇതാണ് ഈ മനുഷ്യന്റെ അവസ്ഥ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, തൊട്ടതെല്ലാം വിവാദമൊക്കെയില്ല, വിവാദങ്ങളിലെല്ലാം പോയി തൊടുന്ന സ്വഭാവമാണ് ഇയാളുള്ളത്. ഇൻഷാ അല്ലാഹ് അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കൂല. ഒരു വിവാദത്തിനെ തീ കൊടുത്തിട്ട് പഴയ വിവാദത്തിൽ നിന്ന് മുങ്ങാന്നുള്ള ആ തന്ത്രണ്ടല്ല, അവിടെ നിൽക്കട്ടെ. ഞങ്ങൾ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ബാക്കി കാര്യങ്ങൾ, കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. കാത്തിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.